നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇന്നത്തെ ഏറ്റവും സജീവമായ വാർത്തകൾ ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ വീണ്ടും മരണം. പാലക്കാട് എലപ്പുള്ളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സൂര്യാഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് വ്യക്തമായത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുകയാണ്. നിഖിൽ, കേരളത്തിൽ ഇങ്ങനെ ഈ സൂര്യാഘാതമേറ്റുള്ള മരണം എന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമായില്ല. ഇപ്പോൾ വളരെ ദാരുണമായ സംഭവമാണ് എലപ്പുള്ളി സ്വദേശി ലക്ഷ്മിയുടെ മരണം. കനാലിലാണല്ലോ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിശദാംശങ്ങൾ. കൃഷ്ണ, ഇന്നലെ വൈകിട്ടാണ് 90 വയസ്സുള്ള ലക്ഷ്മിയെ കനാലിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇവരുടെ മരണം സൂര്യാഘാതമേറ്റാണ് എന്നിപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നേരത്തെ ജില്ലയിൽ 2 പേരുടെ മരണം ഈ അമിത ചൂടിനെ തുടർന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഒരാൾ സൂര്യാഘാതമേറ്റും അതോടൊപ്പം തന്നെ നിർജ്ജലീകരണം മൂലവും ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ ഒരാഴ്ചക്കിടെ തന്നെ ഉണ്ടാകുന്ന 3ാമത്തെ മരണം എന്ന് വേണമെങ്കിൽ ഈ എലപ്പുള്ളിയിലെ വയോധികയുടെ മരണത്തെ പറയാൻ കഴിയും. 90 വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത്. ജില്ലയിൽ ഉഷ്ണതരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടവും ആരോഗ്യ വിഭാഗവും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. സാധ്യമാകുമെങ്കിൽ അതിരാവിലെ ജോലി ആരംഭിച്ച് 11 മണിക്ക് മുൻപായി തന്നെ ജോലി അവസാനിപ്പിച്ച് വൈകിട്ട് അത് തുടരുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതിനിടയിലാണ് ഒരു മരണം കൂടി ജില്ലയിൽ ഉണ്ടാകുന്നത്. എന്തായാലും കൂടുതൽ ജാഗ്രത പുലർത്തണം. ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നതനുസരിച്ച് ഏതാനും ദിവസം കൂടി ജില്ലയിൽ സമാന സാഹചര്യം തുടരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം, പ്രത്യേകിച്ച് പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആളുകൾ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യ വിഭാഗവും നൽകുന്ന മുന്നറിയിപ്പ്. കൃഷ്ണ. ശരി, ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കടുത്ത ചൂടാണ്, പുറത്തിറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ജാഗ്രത വേണം. വിശദാംശങ്ങൾ നൽകിയത് നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന്. സംസ്ഥാനത്ത് കനത്ത ചൂട്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ, അല്പം മുമ്പ് നമ്മളൊരു ദാരുണമായ മരണവാർത്ത പറഞ്ഞതേ ഉള്ളൂ, സൂര്യാഘാതം മൂലം. ഇപ്പോൾ ഈ കാര്യത്തിൽ കുറേ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. എന്നാലും പലപ്പോഴും ആൾക്കാർ അത്രയധികം പ്രാധാന്യം നൽകാതെ കടുത്ത ചൂടിൽ പുറത്തിറങ്ങുന്നുണ്ട്. ഈ പ്രധാനമായും നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? 3 സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യതയുമുണ്ടല്ലോ. കൃഷ്ണ, തീർച്ചയായും ഈ ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വെച്ചിട്ടുണ്ട്. അത് പ്രധാനമായി തുടർച്ചയായ ദിവസങ്ങളിൽ 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തുക. ഒപ്പം തുടർച്ചയായ ദിവസങ്ങളിൽ സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂട് രേഖപ്പെടുത്തുക. 2-3 ദിവസം തുടർച്ചയായി അങ്ങനെ വന്നാലും ആ മേഖലകളിൽ ഉഷ്ണതരംഗമുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലയിൽ ഇതാ തുടർച്ചയായി 2-3 ദിവസമായി ഉഷ്ണതരംഗം തുടരുന്നുണ്ട്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് പാലക്കാട്. അത് അടുത്ത 2 ദിവസവും പാലക്കാട് സമാനമായി തന്നെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതായത് 41 ഡിഗ്രി സെൽഷ്യസ് വരെ പാലക്കാട് ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനു പുറമെ കൊല്ലം, തൃശൂർ ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആ 2 ജില്ലകളിലും ഉഷ്ണതരംഗം സ്ഥിരീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുൻകൂട്ടി അറിയിക്കുന്നത്. കർശനമായ ജാഗ്രത പുലർത്തണം. ഈ 2 ജില്ലകളിലും, കൊല്ലത്തും തൃശൂരും 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. ഈ 3 ജില്ലകൾക്ക് പുറമെ 9 ജില്ലകളിൽ കൂടി, അതായത് ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും ക്രമാതീതമായി ചൂട് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. 12 ജില്ലകളിൽ അത്തരത്തിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. ഉഷ്ണമാണ്, അത്യുഷ്ണമാണ് ആളുകൾക്ക് അനുഭവപ്പെടുന്നത്. ഈ രേഖപ്പെടുത്തുന്ന ചൂടിനേക്കാൾ അനുഭവപ്പെടുന്ന ചൂട് ഏതാണ്ട് 5 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് അങ്ങേയറ്റം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ്. അതിൽ തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട്. പൊതുജനങ്ങളും ഒപ്പം ഭരണ സംവിധാനങ്ങളും ഭരണേതര സംവിധാനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സൂര്യാഘാതം, സൂര്യതപം പോലുള്ളവ ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, നേരത്തേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ സൂര്യാഘാതം എന്നുള്ളത് മരണത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ അങ്ങനെ നയിച്ചേക്കാവുന്ന ഒരു കാരണമാകും എന്നുള്ളതാണ്. സ്വാഭാവികമായി ജാഗ്രത തുടരേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. അത് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം. അതായത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ജോലികൾ ചെയ്യുന്നവർ അത് പകൽ സമയത്ത് പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ്. ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. ധാരാളമായി വെള്ളം കുടിക്കണം. നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ധാരാളം ജലം കുടിക്കണം.
അത് മാത്രമല്ല പുറത്തിറങ്ങുന്നവർ പാദരക്ഷ ധരിക്കണം, കുടയോ മറ്റോ എന്തെങ്കിലോ ഉപയോഗിക്കണം തലമറയ്ക്കുന്നതിന് വേണ്ടി. കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകളെടുത്തും വിശ്രമിച്ചുകൊണ്ടും മാത്രം ജോലിയിൽ ഏർപ്പെടണം എന്ന് പറയുന്നുണ്ട്. വൈദ്യുത ഉപകരണങ്ങൾ നിരന്തര ഉപയോഗം മൂലം ചൂടുപിടിച്ചും അതുപോലെ വയറുരുകിയ തീപിടുത്തത്തിനൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്ന് അറിയിക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത തുടരണം. വീട്ടിലും ഓഫീസ് പരിസരങ്ങളിലുമൊക്കെ വായു സഞ്ചാരം ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ദീർഘമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രോഗികൾ, കിടപ്പ് രോഗികൾ, ഒപ്പം ഗർഭിണികൾ, മുതിർന്നവർ, ഒപ്പം കുട്ടികൾ, ഇവരൊക്കെ പ്രത്യേക ജാഗ്രത ഈ ഘട്ടത്തിൽ പുലർത്തണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പും അറിയിക്കുന്നത്. എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ കൂടി ഈ ചൂട് തുടരും. അടുത്ത ഒരാഴ്ച കൂടി സംസ്ഥാനത്ത് ഈ ചൂട് ഇങ്ങനെ തന്നെ അധികരിച്ച് നിൽക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ രേഖപ്പെടുത്തുന്ന ചൂട്, അതായത് ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രേഖപ്പെടുത്തുന്ന ചൂടാണ് 41 ഡിഗ്രി സെൽഷ്യസോ അതല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ രേഖപ്പെടുത്തുന്നത്. പക്ഷേ പാലക്കാട് തന്നെ പലയിടങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ, അതായത് AWSകളിൽ കൂടുതൽ ചൂട് 44 ഡിഗ്രി 45 ഡിഗ്രി അതിന് മുകളിലൊക്കെ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. നേരത്തെയൊക്കെ കാലാവസ്ഥാ വിദഗ്ധർ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ സമുദ്ര താപം പോലും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അറബിക്കടലിൽ എന്നുള്ളതാണ്. അത് അങ്ങേയറ്റം ദോഷകരമായി തന്നെ ആളുകളെ ബാധിക്കും. കാരണം ഈ തീരദേശം കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിനാൽ ഹീറ്റ് ഇൻഡെക്സ്, അത് നമുക്ക് അനുഭവേദ്യമാകുന്ന ചൂട് അത് 5 ഡിഗ്രി സെൽഷ്യസ് അതിന് മുകളിലേക്ക് ഉയർന്നു തന്നെ നിൽക്കും. അത് രാത്രി പോലും അത്തരത്തിൽ തന്നെയായിരിക്കും ഉഷ്ണം തുടരാനുള്ള സാധ്യത. കർശനമായ ജാഗ്രത പൊതുജനങ്ങൾ അടുത്ത ദിവസങ്ങളിലും തുടരേണ്ടതുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചൂട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ തീരവുമായി ബന്ധപ്പെട്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുന്നുണ്ട്. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ഏതാണ്ട് 1.5 മീറ്റർ വരെയൊക്കെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നുള്ളതാണ് മുന്നറിയിപ്പ്. കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. ഒപ്പം ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് മറ്റ് തടസ്സങ്ങളില്ല. പക്ഷേ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ നേരിയ വേനൽ മഴയ്ക്ക് കൂടെയുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ്. ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലയിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൊടും ചൂടിൽ വെന്തുരുകുകയാണ് സംസ്ഥാനം. വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണെന്നാണ് അലക്സ് റാം മുഹമ്മദ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് KSRTC ബസ് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കം. മേയറുടെ പരാതിയിൽ ബസ് ഡ്രൈവർ യദുവിന്റെ പേരിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്ന് KSRTC ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല. ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഒപ്പമുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുകയാണ്. പ്രതീഷ്, മേയറുടെ പരാതിയിൽ കേസെടുക്കുന്നു, KSRTC ഡ്രൈവറുടെ പരാതിയിൽ കേസില്ല. എന്താണ് സംഭവം? എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം? ക്രിസ്റ്റീന, ഇന്നലെ രാത്രി തിരുവനന്തപുരം നഗരത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം പട്ടത്ത് നിന്ന് ഈ പൂജപ്പുരയിലെ വീട്ടിലേക്കാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും വാഗണാർ കാറിൽ സഞ്ചരിച്ചത്. ഈ സമയത്ത് ഈ പ്ലാമൂടിന് സമീപത്ത് വെച്ച് ഈ കാറിന്റെ ഇടതുവശത്തു കൂടി ബസ് ഓവർടേക്ക് ചെയ്തു എന്നതാണ് പരാതി. ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ മേയർ പരാതി കൊടുത്ത ഈ ഡ്രൈവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാവുന്നതാണ്. ആളിറക്കി വണ്ടി എടുക്കായിരുന്നു. അപ്പോൾ വണ്ടി എടുത്തപ്പോൾ 2 കാർ പാസ് ചെയ്ത് പോയി. 3-മത്തെ കാർ ഇങ്ങനെ ഹോൺ അടിച്ച് പിടിച്ച് വരെയായിരുന്നു. ഞാൻ റൈറ്റ് എടുത്തുകൊണ്ട് കാറിന് പോകാൻ പറ്റിയില്ല. പിന്നെ താഴെ ഇറങ്ങിയതിന് ശേഷം ലെഫ്റ്റ് ഞാൻ എടുത്ത് കൊടുത്തപ്പോൾ കാർ കയറി പോയിട്ട് ഒരു ആട്ടോ നടുക്കൂടെ പോയായിരുന്നു. അപ്പോൾ ആട്ടോയുടെ സൈഡിന് ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പോവുകയാണ്. അതായത് ബസ് ഈ സൈഡിൽ കൂടെ പോകരുതെന്ന് തന്നെ. ഞാൻ കയറുമെന്ന് കാണുമ്പോഴത്തേക്ക് ബ്രേക്ക് കൂട്ടുന്നു, പിന്നെ എടുക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് താഴെ പ്ലാമൂട് സിഗ്നൽ എത്തുന്നതിന് മുമ്പ് കുറച്ച് കാര്യം നല്ല വീതിയുണ്ട്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറി കാറിൻ്റെ ഫ്രണ്ടിൽ അങ്ങ് പോയപ്പോൾ പിന്നെ ഈ കാറ് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് പ്ലാമൂട് ആ 1 വേയിൽ ബാക്കിൽ നിന്ന് ഈ ഇടത് സൈഡിൽ തന്നെ ഹോൺ അടി. എന്നിട്ട് അവിടെ നിന്ന് നേരെ പാളയം വരെ ഇത് ബാക്കിൽ നിന്ന് ഹോൺ അടിയായിരുന്നു. ഞാൻ ആളെ നിർത്തി ഇറക്കുമ്പോൾ ബാക്കിൽ നിർത്തുന്നുണ്ട്, കയറി പോകുന്നില്ല. ഒതുക്കി നിർത്തിയിട്ട് കയറി പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്ത് പാടെന്ന് വെച്ചിട്ട്
ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഇതാണ് നമ്മളെ ഹാബിലത്തിൻ്റെ അവിടെ സിഗ്നൽ റെഡ് ഓറഞ്ച് കത്തിയപ്പോൾ ഞാൻ കയറിപ്പോയില്ല, നിർത്തി റെഡ് കത്തി അങ്ങ് ഓഫ് ചെയ്ത് ഹാൻഡ് ബ്രേക്കും ഇട്ട് നോക്കിയപ്പോൾ ഒരു കാറ് ലെഫ്റ്റ് സൈഡിൽ കൂടെ കറങ്ങി നേരെ സീബ്ര ക്രോസിൽ നേരെ കുറുകെ ഇട്ടേക്കണം. ആ വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ കുറുകെ എടുത്തിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ നേരെ ഇറങ്ങി ഒരു പയ്യെ ഇറങ്ങി ഒരു താടി വെച്ച് ഒരു വെളുത്തൊരു പയ്യെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കണം, എൻ്റെ അച്ഛൻ്റെ വകയാണ് റോഡ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ്റെ വകയല്ലല്ലോ റോഡ്, നിങ്ങളല്ലേ റോങ് ആയിട്ട് വണ്ടി ഇട്ടേക്കുന്നത്, ഒരു വണ്ടി പോകാൻ തടസ്സമായിട്ട് ഇത്രയും യാത്രക്കാരിരിക്കുകയല്ലേ, അവരെ കൊണ്ട് ഇറക്കാണ്ടല്ലേ, അത് സംസാരിക്കാനുണ്ടോ, നീ വണ്ടി ഇങ്ങനെയാണോ ഓടിക്കുന്നത്, ഇങ്ങനെ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ്. ഞാൻ പറഞ്ഞു, നിങ്ങളാണ് റാഷ് ഡ്രൈവിങ്, നിങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നത്, ഞാൻ കറക്റ്റ് എൻ്റെ റോഡ് വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞേ. അപ്പോൾ വേറൊരാൾ മുണ്ടെടുത്ത ഒരാൾ ഇറങ്ങി വന്നു, പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിട്ട്, നിനക്ക് ഞാൻ ആരെന്നറിയാമോ? ഞാൻ പറഞ്ഞു, ഇയാൾ ആരായാലും എനിക്കെന്ത്, സംഭവം MLA ആണെന്നുള്ള കാര്യം എനിക്കറിയുന്നില്ല, എല്ലാം പറഞ്ഞ് സംസാരിച്ചതിന് ശേഷമാണ് MLA ആണെന്ന് പറയുന്നത്. ഇയാൾ ആരാണെന്ന് പറഞ്ഞപ്പോൾ ചാടി ഒരു ലേഡി ഇറങ്ങി, ചുരിദാറും ടോപ്പും ഇട്ട ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ലേഡി ഇറങ്ങി വന്നു. നീ എന്താ? തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് സ്ത്രീ മരിച്ചെന്ന ആരോപണം. അമ്പലപ്പുഴ സ്വദേശി ഷിബിനെയാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ സംഘർഷം. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, എന്താണ് ഇപ്പോൾ ഈ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ പറയുന്നത്? ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പ്രസവവുമായി ബന്ധപ്പെട്ട അനുബന്ധ ചികിത്സയിലിരിക്കെ യുവതി മരിച്ചത്. ഈ യുവതിയുടെ പ്രസവം നടക്കുന്നത് കഴിഞ്ഞ 33 ദിവസങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം ഇവർ ചികിത്സയിലായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇവർ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചത്. ഈ ഒരു മരണകാരണം ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ പിഴവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ആലപ്പുഴ സ്വദേശിനിയായ അമ്പലപ്പുഴ സ്വദേശിനിയായ ഷിബിനെയാണ് ഇത്തരത്തിൽ മരിക്കുന്നത്. ബന്ധുക്കൾ വലിയ തോതിലുള്ള പ്രതിഷേധം ആശുപത്രിക്കുള്ളിൽ കുറച്ചു മുമ്പ് നടത്തിയിരുന്നു. നമുക്ക് ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാം. ഇപ്പൊ നിലവിൽ ഈ യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെ പറയുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമാണ് എന്താണ് കൃത്യമായ മരണകാരണം എന്ന് കണ്ടെത്താനാകൂ. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ആശുപത്രി അധികൃതർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം ഉൾപ്പെടെ ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിലൂടെ ആയിരിക്കും വ്യക്തമാകുക. എന്തായാലും നിലവിൽ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലാണ്. ഇവരുടെ വലിയ തോതിലുള്ള ബന്ധുക്കൾ ആശുപത്രി പരിസരത്തുണ്ട്. നേരത്തെ വലിയൊരു സംഘർഷം പോലീസ് ഇടപെട്ടാണ് നയപ്പെടുത്തിയത്. എന്തായാലും ബന്ധുക്കളുടെ ആരോപണം ഈ പ്രസവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയിലുണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചതെന്നാണ്. കുട്ടി നിലവിൽ സുരക്ഷിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ആശുപത്രിയിൽ നിലവിൽ പ്രതിഷേധത്തിന് അയവ് സംഭവിച്ചിട്ടുണ്ട്. സ്ഥലത്ത് വലിയ തോതിൽ പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ട്. നിലവിൽ ബന്ധുക്കൾ ഉൾപ്പെടെ മോർച്ചറിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ക്രിസ്റ്റീന. ശരി, ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു AV ജയശങ്കർ. മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് സ്ത്രീ മരിച്ചെന്നാണ് ആരോപണം. അമ്പലപ്പുഴ സ്വദേശി ഷിബിനെയാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ സംഘർഷമുണ്ട്. പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പ്രസവം നടന്നത് 1 മാസം മുൻപാണ്. പ്രസവാനുബന്ധ ചികിത്സയ്ക്കായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് AV ജയശങ്കർ. EP വിവാദത്തിൽ CPIക്ക് അതൃപ്തി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. വിദ്വേഷ പരാമർശം ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഛത്രപതി ശിവജി അടക്കം ഇന്ത്യയിലെ രാജാക്കന്മാരെ കോൺഗ്രസ് ക്രൂരന്മാരെന്ന് വിളിച്ചു. സുൽത്താൻമാരും ബാദുഷമാരും നടത്തിയ ക്രൂരതകളെക്കുറിച്ച് മിണ്ടുന്നില്ല. ക്ഷേത്രം തകർത്തവരെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം കോൺഗ്രസ് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കുന്നുവെന്നും നരേന്ദ്രമോദി ആരോപിച്ചു. കർണാടകയിലെ ബലഗാവിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. കോൺഗ്രസ് एक ताजा बयान जरूर सुना होगा। ये शहजादे का कहना है कि भारत के राजा, भारत के महाराजा ये अत्याचारी थे,
ये गरीबों की जमीन छीन लेते थे, जब मर्जी पड़े तब उनका सब हड़प कर लेते थे। कांग्रेस के शाहजादे ने छत्रपति शिवाजी महाराज, कित्तूर की रानी चिन्नम्मा जैसे महान व्यक्तित्व का अपमान किया है। इनका सुशासन, इनकी देशभक्ति आज भी हम सभी को प्रेरित करती है। നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി വയനാട്ടിൽ കോൺഗ്രസ് കൂട്ടുകെട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരോധിത സംഘടനയിലുള്ളവർ രാജ്യത്തിനെതിരെ ചെയ്ത ക്രൂരതകൾ കോൺഗ്രസ് മറക്കുന്നു. രാജ്യത്ത് ഭീകരവാദികൾ വധിക്കപ്പെടുമ്പോൾ കോൺഗ്രസ് കണ്ണീരൊഴുക്കുന്നുവെന്നും നരേന്ദ്രമോദി ആരോപിച്ചു. इसके पीछे जिन लोगों का नाम है पीएफआई जैसे संगठन, जिसको प्रतिबंध लगा है, वायनाड में ऐसे पीएफआई के संगठनों की मदद ली जाती है तो फिर उनका तूफान और बढ़ेगा कि नहीं बढ़ेगा? कांग्रेस ने जिस प्रकार वोट के लिए पीएफआई जैसे संगठनों की मदद ली है, उनसे सहाय ली है, और ऐसे ही कारणों से ऐसे लोगों की ताकत बढ़ जाती है। भाई, कांग्रेस का ट्रैक रिकॉर्ड आतंकियों के मारे जाने पर आंसू बहाने का आपको याद होगा। दिल्ली में आतंकी घटना घटी थी, कांग्रेस की एक नेता आंसू बहा रही थी कि आतंकी क्यों मारा गया। വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പയുണ്ട് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, മുൻപ് നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതി, അതിനുശേഷം ഇപ്പോൾ കർണാടകയിലും സമാനമായ കാര്യങ്ങൾ കൂടുതൽ ആവേശത്തോടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി. സാധാരണ BJPക്ക് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമൊക്കെ പ്രത്യേക തരത്തിലുള്ള തന്ത്രങ്ങളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ ഭേദമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരേ അജണ്ടയിലേക്ക് BJP പോകുന്നു രാജ്യവ്യാപകമായി എന്ന് മനസ്സിലാക്കാൻ ആണോ ഈ പ്രസംഗത്തിൽ നിന്ന് കഴിയുന്നത്? ക്രിസ്റ്റീന, ഒരു കാര്യം, അതായത് വിദ്വേഷ പരാമർശം ആവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, പ്രസംഗത്തിലുടനീളം അത് സമയമെടുത്ത് പ്രധാനമന്ത്രി വിശദീകരിക്കുന്നത് കൂടിയുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം വീക്ഷിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗത്തിൻ്റെ ഭൂരിഭാഗവും ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ മോദി ഗ്യാരണ്ടി ആയിരുന്നു, അല്ലെങ്കിൽ അതായത് BJP ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അതൂന്നിക്കൊണ്ടായിരുന്നു പ്രചാരണവും പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉൾപ്പെടെ ഉണ്ടായത്. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായത്. നേരത്തെ തന്നെ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളാണ്. രാജ്യത്തെ സ്വത്ത് തട്ടിയെടുത്ത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്, അതിന് താൻ അനുവദിക്കില്ല, അത് തൻ്റെ ജീവനുള്ളിടത്തോളം കാലം അനുവദിക്കുന്ന ഉൾപ്പെടെയുള്ള വൈകാരികമായിട്ടുള്ള പ്രസംഗമാണ് കർണാടകയിലെ ബെലഗാവിയിൽ പ്രധാനമന്ത്രി ഇന്ന് നടത്തിയത്. അത് നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ അത് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി ലഭിച്ചിരുന്നു, അതിൽ വിശദീകരണം ഉൾപ്പെടെ തേടുകയാണ്. എന്നിട്ടും കൃത്യമായി പ്രധാനമന്ത്രി പ്രചാരണ വേദികളിലെല്ലാം ഇത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ BJPയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അത് ഇനിയുള്ള പ്രചാരണ വേദികളിലും ഇത് തന്നെ ആവർത്തിക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ പരിപാടിയിൽ, അതായത് കർണാടകയിലെ ഇന്നത്തെ രണ്ടാമത്തെ പരിപാടിയിൽ, ഉത്തര കന്നഡ മണ്ഡലത്തിലെ പരിപാടിയിലാണ് വയനാടിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ടായത്. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് വേണ്ടി PFI പ്രവർത്തകരുമായി കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടാവുന്നു എന്ന തരത്തിലാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. PFI ഈ രാജ്യത്തിനെതിരായി ചെയ്ത കാര്യങ്ങളിൽ കോൺഗ്രസിന് വേദനയില്ല, കേവലം വോട്ട് ബാങ്കിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട്, നിരോധ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന് ഉൾപ്പെടെ പിന്തുണ തേടുന്ന ഉൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കർണാടകയിൽ ഉണ്ടായിട്ടുള്ളത്. ക്രിസ്റ്റീന, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വോട്ടിംഗിലുണ്ടായ കാലതാമസം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പരാതി. വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുന്നതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടെന്നും പരാതിയിലുണ്ട്. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, പോളിംഗ് ദിനത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഇത്തരം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അത് പരാതിയായി നൽകിയിരിക്കുന്നു. മാത്രവുമല്ല, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയും നൽകിയിട്ടുണ്ടല്ലോ.
ക്രിസ്റ്റീന, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു പരാതി രൂപത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരിക്കുകയാണ്. യു ഡി എഫിന് വേണ്ടി പ്രതിപക്ഷ നേതാവാണ് ഇത്തരത്തിലൊരു പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ വീഴ്ചകൾ സ്വതന്ത്രമായി അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം. അതായത് സംസ്ഥാനത്ത് സുതാര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ഇതിൽ കനത്ത വീഴ്ച സംഭവിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പരാതിയിൽ പറയുന്നു. വോട്ടിംഗ് മിഷനിലെ തകരാറ് മൂലം, സമയത്തിലെ വ്യത്യാസം മൂലം വോട്ട് ചെയ്യാൻ വലിയ കാലതാമസം നേരിട്ടു. ഒപ്പം കനത്ത ചൂടിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന ആളുകൾ തിരിച്ചുപോയി പിന്നീട് വോട്ട് ചെയ്യാനെത്തിയില്ല. ഇതും ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഒപ്പം 6 മണിക്ക് മുമ്പ് ബൂത്തിലെത്തിയ പലർക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഒപ്പം ഇരട്ട വോട്ടുകളും ഒപ്പം വീട്ടിലെ വോട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിൽ കമ്മീഷൻ പരാജയപ്പെട്ടു, ചീഫ് ഇലക്ടറൽ ഓഫീസർ പരാജയപ്പെട്ടു എന്ന വലിയ ഗുരുതരമായ ആക്ഷേപവും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ പരാതി നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിലാണ്. ഈ പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ, ഒരു വിശദീകരണം ചീഫ് ഇലക്ടറൽ ഓഫീസറോട് ചോദിക്കുമോ എന്നെല്ലാം വരും മണിക്കൂറിൽ കണ്ടറിയേണ്ട ആവശ്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ആക്ഷേപമുണ്ടെന്ന കാര്യം രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരിക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് പരാതി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. വിശദാംശങ്ങൾ നൽകിയത് എ വി ജയശങ്കറാണ്. ഇ പി ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ CPIക്ക് കടുത്ത അതൃപ്തി. തെരഞ്ഞെടുപ്പ് ദിവസത്തെ EP-യുടെ തുറന്നു പറച്ചിൽ മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നാണ് CPIയുടെ നിലപാട്. LDF കൺവീനർ സ്ഥാനത്ത് EP ജയരാജൻ തുടരുന്നതിലും എതിർപ്പുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാം ഒരു രാഷ്ട്രീയ ജാഗ്രത വേണം. അത് ഇടതുപക്ഷക്കാർക്ക് ആ ജാഗ്രത തീർച്ചയായിട്ടും കൂടുതൽ വേണം. അപ്പൊ ഏത് കാര്യം എപ്പോൾ പറയണം, എങ്ങനെ പറയണം, അതിനെ പറ്റിയൊക്കെ അതുമാണുള്ള രാഷ്ട്രീയ ബോധം. അതിന്റെ പേര് രാഷ്ട്രീയ ബോധം. രാഷ്ട്രീയ ബോധം കാണിക്കാൻ കഴിയേണ്ടതാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പ്രത്യേകിച്ച്. വിവാദങ്ങൾക്കിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. EP ജയരാജൻ വിവാദത്തിൽ പ്രതികരിക്കാതെ MV ഗോവിന്ദൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യുമോ എന്ന ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല. ഒന്നുമില്ല വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, ഇപ്പോൾ ബിനോയ് വിശ്വം 24-നോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് എപ്പോൾ, എങ്ങനെ, എവിടെ, എന്തു പറയണം എന്നത് കൃത്യമായി നേതാക്കൾ അറിഞ്ഞിരിക്കണം. അക്കാര്യത്തിൽ വലിയ ജാഗ്രത ആവശ്യമുണ്ട്. CPIക്ക് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ഈ പോളിംഗ് ദിവസത്തിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തി പാർട്ടിയെ വെട്ടിലാക്കി അതൊരു കുരുക്കായി മാറുന്നു എന്ന് വരുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു നടപടിക്കാണ് CPI സമ്മർദ്ദം ചെലുത്തുന്നത്? അതേപോലെ തന്നെ കൃത്യമായ ഒരു പ്രതികരണത്തിന് CPIM സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടുമില്ലല്ലോ. ഇക്കാര്യത്തിൽ CPIയുടെ നിലപാട്, ഈ BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ തുറന്നു സമ്മതിച്ചത് CPIMന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല എന്നുള്ളതാണ്. LDF കൺവീനർ കൂടിയാണ് EP ജയരാജൻ. BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് തുറന്നു സമ്മതിക്കുകയും ചെയ്തത് ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. അത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഒരുപക്ഷെ ചർച്ചയായ വിഷയമായി മാറി. കോൺഗ്രസ് നേതാക്കൾ BJPയിൽ പോകുന്നത് രാഷ്ട്രീയ പ്രചാരണമാക്കുന്നതിനിടെ ഇടതുമുന്നണി കൺവീനർ തന്നെ ഇത്തരത്തിൽ സംഘപരിവാർ നേതാക്കളുമായി ചർച്ച നടത്തിയത് രാഷ്ട്രീയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും CPI അഭിപ്രായമുണ്ട്. EP ജയരാജൻ കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിലും CPIക്ക് അതൃപ്തിയുണ്ട്. എന്നാൽ CPIമിനോട് CPI ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. EP-ക്കെതിരെ ഉചിതമായ നടപടി CPIM എടുക്കുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ CPI ഉള്ളത്. നടപടി എടുത്തില്ലെങ്കിൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് നൽകുന്നതടക്കം CPIയുടെ പരിഗണനയിലുണ്ട്. ഇന്ന് തിരുവനന്തപുരത്തെത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചതേയില്ല. ഏതായാലും നാളെ ചേരുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിവാദം ചർച്ചയാകും. EP ജയരാജൻ തന്നെ സ്ഥാനമൊഴിഞ്ഞു പോകുമോ, അല്ലെങ്കിൽ EP ജയരാജനെതിരെ മറ്റെന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് നാളെ അറിയാൻ കഴിയും. അതിനുശേഷം കേന്ദ്ര നിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ കാര്യമായി മാറും. EP ജയരാജനെതിരെ കടുത്ത അതൃപ്തിയും അതേപോലെ തന്നെ നടപടി വേണമെന്നും CPIമിലെ ഒരു ഭൂരിഭാഗം നേതാക്കൾക്കും ഇപ്പോൾ ആ ഒരു നിലപാടിലേക്കാണ് അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തറാണ്. തെരഞ്ഞെടുപ്പിന് തലേദിവസം കോഴിക്കോട് വസ്ത്രങ്ങൾ പിടികൂടിയ സംഭവത്തിൽ BJP പ്രവർത്തകനെതിരെ കേസ്. തിരുവമ്പാടി സ്വദേശി കാനാട്ട് രഘുലാലിനെതിരെയാണ് തിരുവമ്പാടി പോലീസ് കേസെടുത്തത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ വസ്ത്രമെത്തിച്ചെന്നാണ് FIR. CPIMന്റെ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിലും അതിനു മുൻപും എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു CPIMന്റെ പരാതി? ഏത് തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്?
ക്രിസ്റ്റിന, തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം, അതായത് ഈ മാസം 25-നാണ് ഈ കാനാട്ട് രഘുലാൽ എന്ന തിരുവമ്പാടിയിലെ പ്രാദേശിക BJP നേതാവിൻ്റെ വീട്ടിലേക്ക് ഫ്ലൈം സ്ക്വാഡ് എത്തുന്നത്. അതായത് അവിടെ ഈ വലിയ തോതിൽ തുണിത്തരങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഫ്ലൈം സ്ക്വാഡ് എത്തുന്നതും പരിശോധന നടത്തുന്നതും. പിന്നാലെ ലോഡ് കണക്കിന് വസ്ത്രങ്ങൾ പിടിച്ചെടുത്തിരുന്നു. നൈറ്റുകളും കാവിമുണ്ട് പോലെയുള്ള വസ്ത്രങ്ങളാണ് ഈ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. പിന്നീട് തിരുവമ്പാടി പോലീസിന്റെ സഹായത്തോടുകൂടി ഈ പിടിച്ചെടുത്ത വസ്ത്രങ്ങൾ ഫ്ലൈം സ്ക്വാഡ് കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്തു. തുടർന്നാണ് ഫ്ലൈം സ്ക്വാഡ് ഒരു റിപ്പോർട്ട് കോടതിയിൽ നൽകുന്നത്. അതുപ്രകാരം കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ തിരുവമ്പാടി പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ഈ വസ്ത്രങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന്.